പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ചായ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആണ് കേട്ടോ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. കുറച്ച് സമയം ഒന്ന് പോയി കിടന്നതിൻ്റെ ശേഷമൊക്കെയാണ്, എന്നാലേ ഒരു എനർജിക്ക് ആവുള്ളൂ കേട്ടോ. കുറച്ചൊന്ന് കിടന്നു കഴിഞ്ഞാൽ രാവിലെയും കിച്ചണിൽ കയറി നമ്മൾ ഓരോന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതല്ലേ. അപ്പോൾ പിന്നെ കുറച്ച് ഒന്ന് പോയി കിടന്നാലേ ഉള്ളൂ എല്ലാം ഒന്ന് സെറ്റായി വരുള്ളൂ. അങ്ങനെ തലേ ദിവസം തന്നെ സൂതിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഈ ഒരു കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക. മീൻ നന്നാവണം കേട്ടോ, എന്നാലേ കറി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഞാൻ മീൻ കറിയൊക്കെ അടുപ്പത്തേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇന്ന് ചപ്പാത്തിയാണ് ഉണ്ടാക്കുന്നത്, ഉച്ചയ്ക്ക് ചോറ് ഉണ്ടാക്കുന്നില്ല കേട്ടോ. അപ്പോൾ ശ്രീമോൾ സ്കൂളിൽ പോയിട്ടുണ്ട്, ഏട്ടൻ പോയിട്ടുണ്ട്, അച്ഛൻ പുറത്തേക്ക് പോയിട്ടുണ്ട്, ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ വീട്ടിലുള്ളത്. അങ്ങനെ ചപ്പാത്തി മാവൊക്കെ ഒന്ന് അവിടെ കുഴച്ച് വെച്ച് അപ്പോഴേക്കും എനിക്ക് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു കേട്ടോ. കുറേ സമയം അവിടെ കിടന്നു പോയില്ലേ, അപ്പോഴേക്ക് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്. എന്നാണെങ്കിൽ നേരം വൈകിട്ടാണ് അടുക്കളയിലേക്ക് വന്നതും. അങ്ങനെ പിന്നെ ഞാൻ വേഗം തന്നെ മീൻ അയിലുണ്ടായിരുന്നു, അതൊന്ന് വറുക്കാനും വെച്ച് കറി അപ്പുറത്താവുന്നുണ്ട് കേട്ടോ. അപ്പം മീൻ അയിലയും നമ്മളെ ഫ്രണ്ട് തന്നതായിരുന്നു. അപ്പം പിന്നെ അത് ഇന്ന് വറുക്കാൻ വെച്ച് അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം അപ്പം ഇങ്ങനത്തെ ഒരു ഉള്ളിയാണ്, വലിയ ഉള്ളി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് തരുന്നത്. പക്ഷേ ഇത് ചെറിയ ഉള്ളിയാണോ വലിയ ഉള്ളിയാണോ എന്നറിയില്ല, പക്ഷേ വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ. ഇത് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പം ഞാൻ കറിയിലേക്കൊന്ന് മൂപ്പിച്ചിടാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളിയും ചെറിയുള്ളി എന്ന് പറഞ്ഞിട്ടാണ് ഇതാണ് എടുത്തത് കേട്ടോ. വേറെ ചുവന്നുള്ളി തീർന്നു പോയിട്ടുണ്ട്. അപ്പം പിന്നെ ഈ അതേപോലെ വലിയ അല്ലിയുള്ള ഈ വെളുത്തുള്ളിയും അത്ര പോരാ കേട്ടോ. നമ്മൾ സാധാ വെളുത്തുള്ളിയില്ലേ, അത് തന്നെയാണ് നല്ലത്. അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിപ്പോൾ നമ്മളെ പുതിയ വീട്ടിലേക്ക് വേണ്ടിയിട്ട് പ്ലാൻസൊക്കെ ഒന്ന് റെഡിയാക്കുന്നുണ്ട്. ഒന്നുമില്ല അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല, നമ്മളെ വീട്ടിൻ്റെ അടുത്തു നിന്നൊക്കെ കിട്ടുന്ന എന്തെങ്കിലും ചെടികളൊക്കെ. പിന്നെ നമ്മൾ അങ്ങോട്ടൊക്കെ മാറി ഹൗസ് വാമിങ്ങൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചെടികളൊക്കെ വെക്കുള്ളൂ കേട്ടോ. ഹൗസ് വാമിങ്ങിൻ്റെ സമയത്തൊന്നും പിന്നെ പ്ലാൻസ് ഒന്നും വെച്ചാലൊന്നും ശരിയാവില്ല. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നതൊക്കെ അങ്ങോട്ട് ചെയ്ത് വെക്കുകയാണ്. അങ്ങനെ അത് കഴിഞ്ഞതിൻ്റെ ശേഷം അതൊന്ന് അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മളെ കറി മീൻ വറുത്തതൊക്കെ അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്ക് വലിയ വിശപ്പായിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തി ആയിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഒരു ആപ്പിൾ എടുത്ത് കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറിയിലേക്കുള്ള ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് ചപ്പാത്തി ഉണ്ടാക്കുകയാണ്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പിന്നെ ഞാൻ സിമ്പിളായിട്ട് ഉണ്ടാക്കുമല്ലോ. എത്ര ചപ്പാത്തി വേണമെങ്കിലും സിമ്പിളായിട്ട് എനിക്ക് ഉണ്ടാക്കാം കേട്ടോ. കാരണം അമ്മ ഇത് പഠിപ്പിച്ച് തന്നതിനെ കൊണ്ട് വലിയൊരു കാര്യമാണ്. നമ്മളിപ്പോൾ പൊടിയൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ആ പൈപ്പോ അല്ലെങ്കിൽ കോലോ ഒക്കെ വെച്ച് പരത്തുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ എനിക്ക് പെട്ടെന്ന് വേണമെന്ന് തോന്നിയാൽ ഞാൻ ഇതേപോലെയാണ് കേട്ടോ ചപ്പാത്തിയൊക്കെ പരത്തുക. നല്ല റൗണ്ടായിട്ട് നല്ല അടിപൊളി ചപ്പാത്തി ആയിട്ട് വരും. അപ്പോൾ നല്ല പൊടിയാണെങ്കിൽ നമുക്കിത് പൊള്ളിച്ച് തന്നെ വരും കേട്ടോ. നമ്മൾ പൊടി കൂട്ടി പരത്തുന്ന അത്രയും പൊള്ളിച്ച് വരില്ല, എന്നാലും നല്ല ടേസ്റ്റാണ്. പിന്നെ പിറ്റേന്നേക്ക് നമുക്ക് ചൂടാക്കാതെ തന്നെ കഴിക്കുകയൊക്കെ ചെയ്യാം. ചൂടാക്കിയാലും ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ചപ്പാത്തിയാണ്. അങ്ങനെ ഞാൻ എനിക്കുള്ള ചപ്പാത്തി ഉണ്ടാക്കി, പിന്നെ ബാക്കിയുള്ളതും കൂടെ അവിടെ ഉണ്ടാക്കി വെച്ചതിൻ്റെ ശേഷം വേഗം തന്നെ ചപ്പാത്തിയും പിന്നെ നമ്മൾ സൂതക്കറിയും പിന്നെ രാവിലെ കടല ഫ്രൈ ഉണ്ടായിരുന്നു, അപ്പോൾ അതും എടുത്തു. ഒരു അയില പൊരിച്ചതും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഭക്ഷണം വേഗം കഴിക്കുകയാണ്, ആൾക്ക് വിശന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ചപ്പാത്തിയൊക്കെ കൂട്ടി കഴിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ നിന്ന് കഴിച്ചാൽ ശരിയാവില്ല, എവിടെയെങ്കിലും ഒന്ന് പോയി ഇരുന്ന് കഴിച്ചാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം.